നല്ലവനാ. എവിടെ പോയാലും നിന്നെ നോക്കാനുള്ള തടിയും തന്റേടും ഉണ്ട്. ഇതില് നല്ലതേ വരുമെന്നാ എന്റെ മനസ്സ് പറയണത്. അയാള് വിളിച്ചെങ്കിൽ നീ ഇറങ്ങി പോണോന്നാ ഞാൻ പറയുന്നത്. ഞങ്ങളുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലൊക്കെ വരൂ. നീയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കൂ വെച്ചേ. എവിടെ പോയാലും ഞങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും നിന്റെ കൂടെ ഉണ്ടാവും. തന്നുവിടാൻ അതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. നീ ധൈര്യമായിട്ടിരിക്കടി. എല്ലാം നല്ലതിനാണെന്ന് ഓർത്ത് സമാധാനിച്ചാ മതി. പക്ഷേ ഇതൊക്കെ ദാസേട്ടൻ അറിയുമ്പോ നീ എന്തിനാടി ഇങ്ങനെ പേടിക്കുന്നേ? ഒന്നും വരില്ല, ഞങ്ങളില്ലേ നിന്റെ കൂടെ. കണ്ണും കണ്ണും നോക്കി കളിക്കാനുള്ള സമയമല്ലത്. ഒന്ന് വേഗം വന്നേ. നല്ലത് വരട്ടെ. ഇത്രയും നാള് ദല്ലാളായി നടന്നിട്ടും ആദ്യമായിട്ടാ ഒരു കല്യാണം നേരെ ചൊവ്വ നടത്തണത്. ആ, നമുക്ക് ഒരു ഫോട്ടോ എടുത്താലോ? എന്തിനാ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്? കല്യാണം നാലാളറിയ കെങ്കേമായിട്ട് അച്ഛൻ നടത്തി തരായിരുന്നല്ലോ. അതൊന്നും വേണ്ടച്ചാ. ദേവിയെ സാക്ഷി നിർത്തി ഇവളുടെ കഴുത്തി ഞാൻ താലി കെട്ടിയിട്ടുണ്ട്. ഇപ്പോ അച്ഛന്റെ അനുഗ്രഹവും കിട്ടി. അത് മതി എനിക്ക്. ഇനി നിൽക്കണില്ല, ഞങ്ങൾ ഇറങ്ങാം. എങ്ങോട്ട്? നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോവാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇവിടെ എന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം. കുറച്ച് ഭൂമി ഞാൻ നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ജോലി നിനക്ക് കിട്ടാനുള്ള സകല ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഒന്നും വേണ്ട സാർ. വേണം. ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്കും കൂടി വേണ്ടിയിട്ടാ. നീ ഇവിടെയും കൂട്ടി അകത്തേ കയറാൻ. വേണ്ട. നിന്നോടാ പറഞ്ഞത് അകത്തേക്ക് കയറാൻ. കർണ, അച്ഛൻ പറയുന്നത് കേൾക്ക്. സുമരട്ട, അപ്പൊ ഞാൻ ചെല്ലട്ടെ. നാളെ വരച്ച മോളെ. വലുതുകാലം വെച്ച് കയറും മോളെ.
വീട്ടിൽ ആരാ താമസിക്കേണ്ടതെന്ന് അച്ഛനല്ല തീരുമാനിക്കേണ്ടത്. ഭദ്ര, അതെ, ഭദ്രൻ, നിങ്ങളുടെ മകൻ, നിയമപ്രകാരമുള്ള മകൻ. സുകുമാരൻ നായർക്കിനി ഇങ്ങനൊരു മകൻ വേണ്ട. നീ വാ. ഉം. ഓടാ. നിനക്ക് എന്താണ് ഇവിടെ കാര്യം? വിട് മോനെ, വിട്, വിട് മോനെ. നോക്കൂല. വിടടാ, വിട്. വിട് മോനെ. ഭദ്ര, മോനെ. ബാബാ, കെട്ടലെന്ന് പറഞ്ഞാലിടി, കെട്ടലെന്ന് പറഞ്ഞാലിടി. ഈ ബുൾഡോസറിൽ ഇടിച്ച് മാറ്റാൻ ആരുമില്ല ഇവിടെ. അയ്യോ, നീ എന്റെ പെങ്ങടെ കല്യാണം മുടക്കൊല്ലടാ. നിനക്കവിടെ കല്യാണം മുടക്കിട്ട് എന്ത് കിട്ടാനടാ? കെട്ടണോ നിനക്കവളെ? പിന്നെ ഭൂലോക സുന്ദരിയല്ലേ എന്റെ പെങ്ങള്. താൻ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? എന്റെ പറയില്ലേ പെണ്ണുങ്ങള് ക്യൂ ക്യൂ നിൽക്ക. എനിക്ക് വേണ്ടിട്ടാ. താൻ പിന്നെ എന്തിനാടോ ചെറുക്കം വീട്ടുകാരോട് അനാവശ്യം പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലടാ തെണ്ടി. എന്റെ പെങ്ങള് നളിനാക്ഷി ഒരു അമ്മയാണെന്ന് വിവരം ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് നീ അവരോട് പറഞ്ഞില്ലടാ? എന്താ ശരിയല്ലേ? നളിനാക്ഷമ്മ എന്നല്ലേ പെണ്ണിന്റെ പേര്? എന്നിട്ട് നിങ്ങൾ അവിടെ പറഞ്ഞെന്താ നളിനാക്ഷി അമ്മ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അത് ഒളിച്ചു വെച്ചില്ല അവരെ വഞ്ചിക്കേ. അഡ്വാൻസ് ആയിട്ട് ഇത് വെച്ചോ, ബാക്കി അടുത്ത വെള്ളിയാഴ്ച തരാം. എന്താ പ്രശ്നം? മഞ്ഞക്കിളിയോട് ചോദിക്കാം. അവിടെയാ? ഓ, എന്താണ്ടായേ? ഒന്നുമില്ല. എന്താണ്ടായെന്ന് പറയടോ. ഒന്നുമില്ലടോ. എന്നോട് പറയടോ. ഏ, തനിക്ക് മുഴുവൻ കേൾക്കണം. ഏ? അതെ. ആദ്യം ആദ്യം പിന്നെ തിരിച്ച് ചാടുന്ന മാതിരി ഒരു ചാട്ടം, ഒരു ചവിട്ടു. ദേ, അവിടെ നിൽക്കണം. അവിടെ മുഴുവൻ കേട്ടിട്ട് പോടാ പട്ടി.
നീ എന്തെങ്കിലും തൂങ്ങി പിടിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കേ. കല്യാണത്തിന് നാട്ടുകാരും ബന്ധുക്കളെ ഒക്കെ വിളിച്ചു. നാട്ടുകാരുടെ ലിസ്റ്റിൽ പോലും നമ്മുടെ പേരില്ല. അതിനിങ്ങനെ പട്ടിണി ഇരുന്നിട്ട് എന്താ കാര്യം? തെറ്റുകാര് നമ്മളല്ലേ, അപ്പോ തിരുത്താൻ പോകേണ്ടത് നമ്മൾ തന്നെയാ. ആ, നിന്റെ വീട്ടിലെ ഒരു ആവശ്യത്തിന് ക്ഷണിച്ചിട്ട് വേണോ നമ്മൾ പോവാൻ? നമ്മൾ വീട്ടുകാരല്ലേടി.